ഗായ്സ്, ഞാനിപ്പോൾ ഉള്ളത് ടെമ്പുറ റെസ്റ്റോറൻറ്റിലാണ്. ഞാൻ എന്തിനാ ഇവിടെ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കേരളക്കാർക്ക് എവിടെ എത്തിയാലും ബീഫ് ഒരു വീക്ക്നെസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നല്ല ബീഫ് മോമോസ് കിട്ടുമെന്ന് പറഞ്ഞു. ടെമ്പുറ റെസ്റ്റോറൻറ്റ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ ഏറ്റവും മെയിൻ ഫുഡ് എന്ന് പറയുന്നത് ജപ്പാനീസ്, ടിബറ്റൻ ആൻഡ് ചൈനീസ് ആണ്. ആൻഡ് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിൽ ഫസ്റ്റ് ടൈമാണ് ജപ്പാനീസ് ഫുഡ് ഒരു സ്മോൾ റെസ്റ്റോറൻറ്റിൽ അവൈലബിൾ ആയിരിക്കുന്നത്. കാരണം ചെറിയ റെസ്റ്റോറൻറ്റിലൊന്നും ജപ്പാനീസ് ഫുഡ് അവൈലബിൾ അല്ല. ബട്ട് ടെമ്പുറ റെസ്റ്റോറൻറ്റിൽ നമുക്ക് ജപ്പാനീസ് ഫുഡ് അവൈലബിൾ ആണ്. നമുക്ക് ഈ റെസ്റ്റോറൻറ്റിലെ ഓണർ ഒന്ന് പരിചയപ്പെടാം. ആൻഡ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. ഹായ്. Hi, Touch the Lake. Touch the Lake. So what's the meaning of Touch the Lake? Touch the Lake is a greeting. Like in India, Indian people used to say Namaste, right? Yeah. It's like, in Tibetan we used to say Touch the Lake. Touch the Lake. It's any action is there? Like it's a greeting, Touch the Lake. Okay. സോ ടച്ച് ദ ലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഗ്രീറ്റ് ചെയ്യുന്നതാണ്, ഗ്രീറ്റിംഗ്സ് പറയുന്നതാണ്. നമ്മൾ മലയാളത്തിൽ നമസ്കാരം എന്നൊക്കെ പറയില്ലേ, അതുപോലെ അവരെ ലാംഗ്വേജിൽ ടച്ച് ദ ലേക്ക് എന്ന് പറയുന്നതാണ്. സോ വാട്ട്സ് യുവർ നെയിം? Actually, my name is Tenzin Srin. Tenzin Srin. Tenzin Srin, and people call me Puchu. Okay. അദ്ദേഹത്തിൻ്റെ പേര് ടെൻസിൻ ലൈൻ എന്നാണ്, പക്ഷേ അവരെല്ലാവരും വിളിക്കുന്നത് പുച്ചോ എന്നാണ്. നൈസ് നെയിം, നോ? സോ വെർ യു ഫ്രം ആക്ച്വലി? Actually, I belong to the country Tibet. Tibet. As you know, Dalai Lama. Dalai Lama, yeah. Dalai Lama. He is our spiritual leader. Okay. And our country is right now, under the control of Chinese Communist Party. Okay. Chinese government. So since from the 1959. Okay. So right now today we are refugee in India. Okay. അദ്ദേഹം ഒരു നല്ലൊരു പാട്ടുകാരൻ കൂടിയാണ്. അദ്ദേഹം നന്നായി ഗിറ്റാർ വായിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ കമ്പോസ് ചെയ്യുന്നത്. ആൻഡ് ഹീ ഈസ് ഓൾസോ ഗുഡ് ഷെഫ് ഓൾസോ. ദാറ്റ്സ് വൈ ഹീ ഈസ് ഓപ്പൺ ദ റെസ്റ്റോറൻറ്റ്. അദ്ദേഹം നല്ലൊരു ഷെഫും കൂടിയാണ്, അതുകൊണ്ടാണ് അദ്ദേഹം ഈ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്തത്. സോ നമുക്ക് റെസ്റ്റോറൻറ്റ് ഉള്ളിലത്തെ വിശേഷങ്ങളൊക്കെ ഇനി ഒന്ന് കണ്ടറിയാം. സോ ഗായ്സ്, നമ്മളിന്നിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് മമ്മൂസാണ്. ടിബറ്റൻ ഫുഡാണ്. സോ നമ്മൾക്ക് ഇവിടെ ഷെഫ് നമ്മളെടുത്തുണ്ട്. അദ്ദേഹം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നും അതിൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരും. സോ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. Okay, so guys, today I'm going to make beef momo, the most famous dish in Tibetan cuisine. So here you can see, here I'm going to start beef momo, and that is beef keema, and 80% is beef and 20% is fat should be there to get the juicy. When oil and fat mix up, you will get the good juicy and the good taste. Marinade is done. So what I have put it is beef keema, fats, and onion chop, spring onion chop, coriander chop, and the soy sauce also, and the tasting powder. So here we goes like that, aromatic powder. We call it aromatic powder. So oil, then water. It is done. നമ്മുടെ ബീഫ് കീമയ്ക്ക് വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി അതിൻ്റെ ബാക്കി പ്രോസസ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞു. ബീഫും ചോപ്ഡ് ഓണിയനും അതുതന്നെ ദിസ് ഇസ് ഗാർലിക്കും അതുപോലെ തന്നെ മല്ലിച്ചപ്പൊക്കെ അവരതിൽ മിക്സ് ചെയ്തു. പിന്നെ അതിൽ തന്നെ ഓയിലും. സോ നമുക്കതിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സ് ഒന്ന് നോക്കാം. ഓക്കെ, അവർ മോമോദോ ഇനി അതെങ്ങനെയാണ് അതിൻ്റെ പരത്തുന്നതെന്നും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ കാണിച്ചു തരും. ഹൗ യു വിൽ മേക്ക് ദ മോമോദോ? Momodo is very simple. Okay. First you have to put maida. Okay. Then water. Okay. But not so much water. Okay. And the dough shouldn't be very soft. ഇത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോമോദോ മൈദയും വെള്ളം ചേർത്തിട്ടാണ്. സോ വെള്ളം കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല, വളരെ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവണം. എന്നാലേ ഇത് വളരെ സോഫ്റ്റായിട്ട് തിന്നായിട്ട് നമുക്ക് കിട്ടുള്ളൂ. സോ അത് ഓരോരോ ചെറിയ ചെറിയ പീസാക്കി അവർ എടുക്കുകയാണ്. സോ മോമോൻ്റെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്, ഒരു പ്ലേറ്റ് എന്ന് പറയുന്നത് 8 പീസാണ്. സോ അവരതിന് വേണ്ടിയിട്ടുള്ളതാണ്, ഇപ്പോൾ നമുക്ക് വേണ്ടിയിട്ടാണ് അവർ തയ്യാറാക്കുന്നത്. ഇതൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ മൈദയായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്, മൈദപ്പൊടിയായിട്ട്.
കാണുമ്പോൾ നമ്മുടെ അമ്മമാരൊക്കെ സമൂസ ഉണ്ടാക്കണ ഓർമ്മ വരും. അവർ ചോപ്പ് സ്റ്റിക്ക് കൊണ്ടാണ് അത് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുന്നത്. സോ നമ്മൾ കൈ കൊണ്ട് ചെയ്യുന്ന കാര്യമാണ് അവരിപ്പോൾ ചോപ്പ് സ്റ്റിക്ക് കൊണ്ട് ചെയ്യുന്നത്. ഒരു വളരെ ഈസിയായി ഭംഗിയോടാണ് അത് ഫില്ല് ചെയ്യുന്നത് ആൻഡ് അത് കവർ ചെയ്യുന്നതും. ഗായ്സ്, നമ്മൾ മൊമോസിൻ്റെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അത് ഒന്ന് സ്റ്റീം ചെയ്യണം. അദ്ദേഹം ഓരോ സ്റ്റൈലിലായിട്ടാണ് നമുക്കിത് ഉണ്ടാക്കി തന്നിരിക്കുന്നത്, ഓരോ ലുക്കിലായിട്ടാണ് നമുക്കിത് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ലുക്ക് റിയലി നൈസ്. സ്റ്റീമറിൽ അദ്ദേഹം അത് വെക്കുന്നതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് അതിൽ ഓയിൽ കുറച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്, കാരണം അത് അതിൻ്റെ അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ ബീഫ് മൊമോസ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ മലയാളികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ബീഫ് കൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണം എന്ന് പറയുന്നത് വേറൊരു ഭക്ഷണം മാത്രമല്ല, അതൊരു വികാരം കൂടിയാണ്. സോ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ ഫുഡൊന്ന് ടേസ്റ്റ് ചെയ്യണം. ഇറ്റ്സ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇതവർ അലങ്കരിച്ചിട്ടാണ് അവർ നമുക്ക് കൊണ്ടുപോയി തന്നിരിക്കുന്നത്. എനിക്കിവിടെ ചോപ്പ് സ്റ്റിക്കൊക്കെ വെച്ച് തന്നിട്ടുണ്ട്. അത് ശരിക്കും തിന്നേണ്ട ട്രഡീഷണലായിട്ട് ചോപ്പ് സ്റ്റിക്ക് കൊണ്ടാണ്. പക്ഷെ അതെങ്ങനെയാണ് ഇതൊക്കെ കുത്തി ഇതെടുക്കുക എന്നുള്ള അതിനനുസരിച്ചുള്ള ക്ഷമ എനിക്കില്ല. സോ ഞാനിത് എൻ്റെ കൈ കൊണ്ട് തന്നെ തിന്നാൻ പോവാണ്. ഇത് വായിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് ഇറങ്ങാണ്ട് ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ്. It's really super. No words to say. എല്ലാവരും ഈ റെസ്റ്റോറൻറ്റ് ഒരു പ്രാവശ്യം എന്തായാലും വിസിറ്റ് ചെയ്യണം. കാരണം ഞാനിപ്പോൾ ഒരു ഡിഷ് മാത്രമേ ഇവിടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ, ടേസ്റ്റ് ചെയ്യുന്നുള്ളൂ. കാരണം ഞാനിവിടെ അന്വേഷിച്ചു വന്നത് ബീഫ് മൊമോസാണ്. അതുകൊണ്ട് ഞാനത് അവർ എനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്നു. ഇറ്റ് വാസ് റിയലി സൂപ്പർ. ആൻഡ് ദ അതർ ഡിഷസ് ഓൾസോ എനിക്ക് കിട്ടിയ റിവ്യൂസ് വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ ഡിഷും അടിപൊളിയാണ് ഇവിടെ. പിന്നെ പ്രത്യേകിച്ച് ജപ്പാനീസ് ഫുഡ് ഇന്ത്യയിൽ സ്പെഷ്യലായിട്ട് അധികം ചെറിയ റെസ്റ്റോറൻറ്റൊന്നും ലഭിക്കുന്നതുമല്ല. ഇറ്റ് വിൽ നോട്ട് ഗെറ്റ് ഇൻ ലെസ് പ്രൈസ്. സോ ഇറ്റ് ഈസ് അവൈലബിൾ ഹിയർ. ജപ്പാനീസ് ഫുഡ് ഇവിടെ അവൈലബിൾ ആണ്, വളരെ കുറഞ്ഞ പ്രൈസിന് തന്നെ. ഫ്രണ്ട്സ്, എനിക്ക് നിങ്ങളോട് ഒരുപാട് കാര്യം പറയണമെന്നുണ്ട്. പക്ഷേ ഞാനിതൊന്ന് കഴിച്ച് ഫിനിഷ് ചെയ്തിട്ട് പറയാം. കാരണം എനിക്കിത് ഇങ്ങനെ കണ്ടുനിന്നിട്ടൊരു ക്ഷമ കിട്ടുന്നില്ല. ഫുഡിൻ്റെ കാര്യം അതുകൊണ്ടാണ്. ഓക്കെ, ബാംഗ്ലൂരിലെ എല്ലാ മലയാളികളും ഈ റെസ്റ്റോറൻറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യേണ്ടതാണ്. ഞാനിപ്പോൾ കഴിച്ച ബീഫ് മൊമോസിന് വെറും 100 രൂപയാണ്. അതുപോലെ തന്നെ ഇതിൽ മറ്റു ഭക്ഷണങ്ങൾക്കും റേറ്റ് വളരെ കുറവാണ്. ഈ റെസ്റ്റോറൻറ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ബ്രിഗേഡ് റോഡിലെ 5th Avenue മാളിലാണ്, 3rd ഫ്ലോറിൽ. ഈ ഒറ്റ റെസ്റ്റോറൻറ്റ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഹോപ്പ് യു ഗൈസ് ഓൾ എൻജോയ് ദിസ് വീഡിയോ. താങ്ക് യു.